അൽ വഹദത്തുൽ ഖാമിസ. പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ, നമുക്കിന്ന് നമ്മുടെ പാഠപുസ്തകത്തിലെ 5-ാമത്തെ യൂണിറ്റ് പഠിക്കാം. 5-ാമത്തെ യൂണിറ്റിലെ 1-ാമത്തെ പാഠം അതാണ് ത്വആം ത്വആം എന്ന പാഠം. എന്താണ് പാഠത്തിൻ്റെ പേര്? ത്വആം ത്വആം. എന്താ ത്വആം എന്ന് പറഞ്ഞാൽ? ഭക്ഷണം. ത്വആം എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം. ത്വആം ത്വആം, ഭക്ഷണം ഭക്ഷണം എന്ന് പറയുകയാണ്. ആരാണ് അങ്ങനെ പറയുന്നത്? കുരുവിക്കുഞ്ഞുങ്ങൾ. ആരാ പറയുന്നത്? കുരുവിക്കുഞ്ഞുങ്ങൾ. ഇവിടെ ഒരു കൂട്ടിൽ 3 കുരുവിക്കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടല്ലേ? ഇവരെന്താണ് പറയുന്നത്? ത്വആം ത്വആം, ഭക്ഷണം ഭക്ഷണം. എന്തിനാണ് ഇവർ ത്വആം ത്വആം എന്ന് പറയുന്നത്? കാരണം അവർക്ക് വിശക്കുന്നുണ്ട്. അവരുടെ അമ്മ എവിടെ പോയി? അമ്മ അവർക്ക് തീറ്റ തേടി പുറത്തു പോയതാണ്. പക്ഷേ കുറേ സമയം കഴിഞ്ഞിട്ടും അമ്മ വരുന്നില്ല. സാധാരണ തീറ്റ തേടി പോയാൽ അമ്മ വേഗം വരാറുണ്ട്. പക്ഷേ ഒരു ദിവസം അമ്മ തീറ്റ തേടിപ്പോയി, കുറേ നേരമായിട്ട് വരുന്നില്ല. അപ്പോൾ കൂട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ത്വആം ത്വആം എന്ന് പറഞ്ഞു കരഞ്ഞു. അങ്ങനെ കരയുകയാണവർ. ഭക്ഷണം ഭക്ഷണം, ഞങ്ങൾക്ക് വിശക്കുന്നു അല്ലേ? അപ്പോൾ ഇതാ ഒരു കുരുവി പറയുകയാണ്, ഈ കുരുവി കുഞ്ഞുങ്ങൾക്ക് എന്താണ് പറയുക അറബിയിൽ? അഫ്രാഹ്. എന്താ പറയുക? അഫ്രാഹ്. അപ്പോൾ 3 അഫ്രാഹുകൾ, 3 ആളാണ് ഉള്ളത് അല്ലേ? അവർ ത്വാം എന്ന് പറഞ്ഞ് കരയുകയാണ്. ഒരു ഫർഹ് എന്ത് പറഞ്ഞു? അന ജൗആൻ, എനിക്ക് വിശക്കുന്നു. അന ജൗആൻ, എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു എന്നതിൽ എന്താ പറഞ്ഞത്? അന ജൗആൻ. മത്താ തജീഉൽ ഉമ്മു, ഉമ്മ എപ്പോൾ വരും? അന ജൗആൻ, എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് ഒരു ഫർഹ് പറഞ്ഞു. ഒരു പക്ഷിക്കുഞ്ഞ് പറഞ്ഞു. പക്ഷിക്കുഞ്ഞിന് ഫർഹ് എന്ന് പറയും. കുറേ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അഫ്രാഹ്. അപ്പം മറ്റൊരു ഫർഹ് പറഞ്ഞു, ലാ തബ്കി, കരയണ്ട. ഉമ്മുന തജീഉ, നമ്മുടെ ഉമ്മ വരും, നമ്മുടെ ഉമ്മ ഉടനെ വരും, കരയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ കരച്ചിൽ ആര് കേൾക്കുന്നുണ്ട്? തൊട്ടടുത്തുള്ള ഒരു പൂവിൽ നിന്നും തേൻ ശേഖരിക്കാൻ വന്ന ഒരു നെഹലത്ത്, ഒരു തേനീച്ച കേൾക്കുന്നുണ്ട്. തേനീച്ചക്ക് എന്താ പറയുക? നെഹലത്ത്. അലൽ വർദ്ധത്തി നെഹലത്തുൻ, ഇവിടെയുള്ള ഈ വർദ്ധത്തിൻ്റെ മേലെ ഒരു നെഹലത്തുണ്ടായിരുന്നു. എന്താ വർദ്ധത്ത് എന്ന് പറഞ്ഞാൽ? പനിനീർപ്പൂ, റോസാപ്പൂ അല്ലേ? ആ റോസാപ്പൂവിൻ്റെ മേലെ തേനെടുക്കാൻ വേണ്ടി വന്ന ഒരു നെഹലത്ത്, ഒരു തേനീച്ച അവിടെ ഉണ്ടായിരുന്നു. ആ നെഹലത്ത് ഈ അഫ്രാഹിൻ്റെ കരച്ചിൽ കേട്ടു, ഈ പക്ഷിക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടു. അപ്പോൾ നെഹലത്ത് എന്ത് ചെയ്തു? നെഹലത്ത് തേനും കൊണ്ട് ഇവരുടെ അടുക്കലേക്ക് പോയി, ഈ അഫ്രാഹിൻ്റെ അടുക്കലേക്ക് പോയി. എന്തിനാ തേൻ കൊണ്ടുപോയത്? കാരണം നെഹലത്ത് കേൾക്കുന്നത് ത്വആം ത്വആം എന്ന് പറഞ്ഞുകൊണ്ട് അഫ്രാഹ് കരയുന്നതാണല്ലേ. അപ്പോൾ അവർക്ക് വിശക്കുന്നുണ്ട് എന്നാർക്ക് മനസ്സിലായി? നമ്മുടെ നെഹലത്തിന്, തേനീച്ചയ്ക്ക് മനസ്സിലായി. അങ്ങനെ തേനീച്ച തേനും കൊണ്ട് ഈ അഫ്രാഹിൻ്റെ അടുക്കലേക്ക് പറന്നു പോയി. എന്നിട്ട് നെഹലത്ത് അവരോട് പറയുകയാണ്, ലാ തഹസൻ, ദുഃഖിക്കേണ്ട. ഇന്ദി അസലുൻ, എൻ്റെ അടുക്കൽ തേനുണ്ട്. ഇന്ദി അസൽ, എൻ്റെ അടുത്ത് അസലുണ്ട്, തേനുണ്ട്. തേനിനെന്താ പറയുക? അസൽ. തേനീച്ചക്ക് നെഹലത്ത്, പക്ഷിക്കുഞ്ഞിനോ ഫർഹ്, പിന്നെ പനിനീർപ്പൂവിന് വർദ്ധത്ത്. ഈ വാക്കുകളെല്ലാം ഓർമ്മിച്ച് വെക്കണം. അങ്ങനെ തേനീച്ച അവർക്ക് തേൻ കൊടുക്കുകയാണ്. തേൻ കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആര് വന്നു? അഫ്രാഹിൻ്റെ ഉമ്മ വന്നു. ഇതാണ് അമ്മ. എന്തും കൊണ്ടാണ് വന്നത്? ഇനബ് കൊണ്ടാണ് വന്നത്. എന്താ ഇനബ്? മുന്തിരി അല്ലേ? മുന്തിരിയും കൊണ്ടാണ് വന്നത്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഇനബ്, മുന്തിരി കൊണ്ടുവന്നിരിക്കുന്നു നമ്മുടെ ഉസ്ഫൂർ, കുരുവി.
അപ്പോൾ കുരുവി വന്നപ്പോൾ ആരെ കണ്ടു? നെഹലത്തിനെ കണ്ടു. കുരുവിക്ക് സന്തോഷമായി. തൻ്റെ മക്കൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണവും കൊണ്ട് ആര് വന്നിരിക്കുന്നു? നെഹലത്ത് വന്നിരിക്കുന്നു. അപ്പോൾ നെഹലത്തിനോട് കുരുവി പറഞ്ഞു, മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ്. എന്താണ് പറഞ്ഞത്? മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ്. കുരുവി വൈകുന്നേരമാണ് വന്നത് അല്ലേ? രാവിലെ പോയതാണ്, എന്നിട്ട് തിരിച്ചെത്തിയത് വൈകുന്നേരമാണ്. വൈകുന്നേരം നമ്മൾ ഒരാളെ കണ്ടാൽ എന്താ പറയുക? മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ് എന്നാണ് പറയുക. രാവിലെയാണ് കണ്ടതെങ്കിലോ അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ചു. ഗുഡ് മോർണിംഗ്, സ്വബാഹുൽ ഖൈർ എന്നായിരുന്നു പറഞ്ഞത് അല്ലേ? ഇതിപ്പോൾ വൈകുന്നേരമായതുകൊണ്ട് കുരുവി തേനീച്ചയോട് മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞു. അപ്പോൾ നെഹലത്ത് എന്താണ് തിരിച്ച് പറഞ്ഞത്? മസാ ഉന്നൂർ, ഗുഡ് ഈവനിങ്. അപ്പോൾ മസാ ഉൽ ഖൈർ എന്നാരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് മസാ ഉന്നൂർ എന്ന് പറയണം. ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ഗുഡ് ഈവനിങ് എന്ന് പറയും. അതേപോലെ അറബിയിൽ മസാ ഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ മസാ ഉന്നൂർ എന്നാണ് തിരിച്ച് പറയേണ്ടത്. അങ്ങനെ നെഹലത്ത് മസാ ഉന്നൂർ എന്ന് പറഞ്ഞു, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്ഫൂർ, ഈ കുരുവി, മുന്തിരി അഫ്രാഹിന് കൊടുത്തു. അപ്പോൾ അങ്ങനെ അഫ്രാഹിന് മുന്തിരി കൊടുക്കുമ്പോൾ നെഹലത്തിനോട് ഈ ഉസ്ഫൂർ പറയുകയാണ്, നഅ്കുലുൽ ഇനബ, ഞങ്ങൾ മുന്തിരി തിന്നും. എന്താണ് പറഞ്ഞത്? നഅ്കുലു, ഞങ്ങൾ തിന്നും, അൽ ഇനബ, മുന്തിരി. ഞങ്ങൾ ഈ പക്ഷികൾ, കുരുവികളൊക്കെ മുന്തിരി തിന്നും എന്ന് ആരോട് പറഞ്ഞു? നെഹലത്തിനോട് പറഞ്ഞു, തേനീച്ചയോട് പറഞ്ഞു. അപ്പോൾ തേനീച്ച എന്ത് പറഞ്ഞു? നശ്റബുൽ അസല, ഞങ്ങൾ തേൻ കുടിക്കും. നശ്റബു, ഞങ്ങൾ കുടിക്കും, അൽ അസല, തേന്. കുരുവി എന്താ പറഞ്ഞത്? നഅ്കുലുൽ ഇനബ, ഞങ്ങൾ മുന്തിരി തിന്നും. നഅ്കുലു, ഞങ്ങൾ തിന്നും, അൽ ഇനബ, മുന്തിരി. അപ്പോൾ നെഹലത്ത് പറഞ്ഞു, നശ്റബുൽ അസല, ഞങ്ങൾ തേൻ കുടിക്കും. നശ്റബു, ഞങ്ങൾ കുടിക്കും, അൽ അസല, തേന് എന്ന് പറഞ്ഞു. ആര്? നെഹലത്ത്, തേനീച്ച. അങ്ങനെ ഈ അഫ്രാഹ് അപ്പോഴേക്കും മുന്തിരി മുഴുവൻ തിന്നു അല്ലേ? ഇതാ കൊക്കിനകത്തൊരു മുന്തിരി, അതല്ലേ? ബാക്കിയുള്ള മുന്തിരിയൊക്കെ തിന്ന് തീർത്തു. അങ്ങനെ അവർക്ക് വയറ് നിറഞ്ഞു. വയറ് നിറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഇനബുൻ ലദീദുൻ, നല്ല ടേസ്റ്റുള്ള മുന്തിരി. ഇനബുൻ ലദീദുൻ, ടേസ്റ്റി ഗ്രേപ്സ്, നല്ല രുചിയുള്ള മുന്തിരി എന്ന് പറഞ്ഞു ആര്? അഫ്രാഹ്. അപ്പോൾ നെഹലത്ത് പറയുകയാണ്, ജസാക്കുമുള്ള, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ, ജസാക്കുമുള്ള എന്ന് പറഞ്ഞു. അങ്ങനെ തേനീച്ച പോയി. പിന്നെ ഇവിടെ നോക്കൂ, എഴുതിയത് കാണാം. ഇതെന്താണ് സാധനം? വർദ്ധത്താണ് അല്ലേ? പനിനീർപ്പൂ. ഇത് വർദ്ധത്തുൻ എന്നാണ് വായിക്കുക. ചുവന്ന നിറത്തിലുള്ള അക്ഷരമാണ് വ, വർദ്ധത്തുൻ. ഇതെന്താണ്? ഇതാണ് തേന്. തേനിന് എന്താണ് പറയുക? അസലുൻ, തേന്. അസലിൻ്റെ ഒന്നാമത്തെ അക്ഷരം ഏതാ? ഐന് അല്ലേ? ഐനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഐനിൻ്റെ കൂടെ സ എന്ന് കൂട്ടി എഴുതിയിട്ടുണ്ട്, അസലുൻ. അങ്ങനെ പക്ഷിക്കുഞ്ഞുങ്ങൾ, കുരുവിക്കുഞ്ഞുങ്ങൾ, അഫ്രാഹ് മുന്തിരിയൊക്കെ തിന്ന് വിശപ്പൊക്കെ മാറി. അപ്പോൾ നെഹൽ എന്ത് ചെയ്തു? നെഹൽ തിരിച്ചു പോയി. ഇനി ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? മുന്തിരി അല്ലേ? മുന്തിരിക്ക് എന്താ പറയുക? ഐനബുൻ, മുന്തിരി. ആദ്യത്തെ അക്ഷരം ഐന്, ഐനബുൻ. ഇവിടെയോ? ഇവിടെ വീണ്ടും മുന്തിരി കൊടുത്തിട്ടുണ്ട്. എന്നാൽ മുന്തിരിയുടെ പേര് ഐനബ് എന്നവിടെ മുഴുവനായിട്ട് എഴുതിയിട്ടില്ല. ആദ്യത്തെ അക്ഷരം വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ നിന്നും എടുത്തെഴുതണം. ഇത് ഒന്നാമത്തെ അക്ഷരം. ഈ അക്ഷരം എന്താണ് വായിക്കുക? എ. ഇതോ? ഇത് റേ എന്നാണ്. ഇതല്ല, ഇത് ഇ എന്നാണ്. ഇതുമല്ല. അപ്പം നമ്മൾ ഏതാണ് ഇവിടെ ചേർക്കേണ്ടത്? ഈ അക്ഷരമാണ് അല്ലേ? ഇതാണ് ചേർക്കേണ്ടത്. അപ്പോൾ ആ അക്ഷരം ഇവിടെ എഴുതുക, കൂട്ടി എഴുതുക. എങ്ങനെയാണ് കൂട്ടി എഴുതുക? ഇതേപോലെയാണ് എഴുതേണ്ടത്. ഐനബുൻ, ന ബുൻ എന്നവിടെയുണ്ട്. എ മാത്രമാണ് വിട്ടുപോയത്. അതുകൊണ്ട് എ നമ്മൾ എഴുതി ചേർത്തു. അപ്പോൾ ഐനബുൻ എന്ന് വായിക്കും. അതേപോലെ ഇവിടെയും ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ട്.
ഇതെന്താണ്? റോസാപ്പൂ അല്ലേ? റോസാപ്പൂവിന് എന്താ പറയുക? വർദ്ധത്തുൻ എന്നാണ്. വർദ്ധത്തുൻ്റെ ആദ്യത്തെ അക്ഷരമാണ് വിട്ടുപോയത്. ആദ്യത്തെ അക്ഷരം ഏതാണ്? വാവാണ് അല്ലേ? വ. അതെവിടെ? ഇതാണോ? അല്ല, ഇത് റാ ആണ് അല്ലേ? ഇതാണോ? വ. അതെ, ഇതാണ് ശരി ഉത്തരം അല്ലേ? ഇത് സായാണ്. അപ്പം നമ്മൾ എഴുതേണ്ടത് ഈ അക്ഷരമാണ്, വ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? വ എന്നവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ വർദ്ധത്തുൻ എന്ന് ആകും. വർദ്ധത്തുൻ. ഇനി ഇവിടെ വായിച്ചോളൂ. ഇനബുൻ. അതിലെ ഒന്നാമത്തെ അക്ഷരത്തിന് നിറം കൊടുക്കണം. എന്നുള്ളതിന് നിറം കൊടുക്കണം. പിന്നെയോ സഅലബുൻ, അതിലെയും ഐനിന് നിറം കൊടുക്കണം. താഴെ ലഫ്ദഉൻ, ഐന് ഒറ്റയ്ക്ക് എഴുതിയിട്ടുണ്ട് അല്ലേ? അതിനും നിറം കൊടുക്കുക. അർബഉൻ, അതിനും ഐനിന് നിറം കൊടുക്കുക. ഐനിൻ്റെ നിറം മാത്രമാണ് പോയത് അല്ലേ? അതുകൊണ്ട് ഐനിന് നിറം കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലുള്ളത്. അടുത്ത പാഠം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതൊരു പാട്ടാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.